ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ മോള് സ്കൂളിട്ട് വരാനായിട്ടുണ്ട്. അവൾക്ക് പിന്നെ ഹോർലിക്സ് ഉണ്ടാക്കാമെന്ന് കരുതി. മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെള്ളം ഏകദേശം തളിച്ച് വന്നു. ഇതിലേക്ക് ഹോർലിക്സും പാൽപ്പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹോർലിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ട് 2015 ഞാൻ ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ചത്. തിരൂരങ്ങാടി വൈറ്റ് ഹോം എന്നാണ് മേടിച്ചത്. പിന്നെ വല്ലാതെ ഉപയോഗിക്കാറില്ല. ഇവിടേക്കൊക്കെ പറ്റൂല ഞാൻ ഇതിൽ ഫുഡ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇത് വല്ലാതെ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഹോർലിക്സ് റെഡി ആയിട്ടുണ്ട്. മോളിപ്പോൾ സ്കൂളിട്ട് വരും. പിന്നെ ഇക്കൊന്ന് ഷോപ്പ് പോയിട്ടില്ല. പിന്നെ അപ്പോൾ ഇന്നലെ 3 മണിക്ക് ശേഷം ഒരു 10 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ വേഗം എണീറ്റ് ഇനിയിപ്പോൾ മോള് സ്കൂളിട്ട് വരാനായല്ലോ, ഒക്കെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് പിന്നെ തേങ്ങ ചിരവി തേങ്ങാപ്പാൽ ഉണ്ടാക്കി അത് പിന്നെ തിളപ്പിച്ച് അതിലേക്ക് സേമിയ സാവുനരിയൊക്കെ ഇട്ട് ഷുഗറും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി ഉണ്ടാക്കി. അപ്പോൾ അതിലേക്ക് പഴം കിട്ടിയിട്ടില്ലായിരുന്നു. മോള് വന്നതിന് ശേഷം പിന്നെ ബനാന കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ വലിയ ടേസ്റ്റൊന്നും പോരാ. ഞാൻ വിചാരിച്ച മാതിരി ആയിട്ടില്ല. എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നന്നാവുന്നുണ്ട്, ഇപ്രാവശ്യം നന്നായിട്ടില്ല. അപ്പോൾ അതിന്മേൽ കുറച്ച് പണിയൊക്കെ എടുക്കാനുണ്ട്. പിന്നെ മോള് അത് കഴിച്ചു. പിന്നെ ഇന്നലെ അവൾക്ക് നല്ല കുറുമ്പും വാശിയും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ സ്കൂളിൽ നിന്ന് മൈസൂരിലേക്ക് ടൂറ് പോകുന്നുണ്ട്. അതിനേക്ക് ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല. പിന്നെ ഫാമിലി ടൂറായിട്ട് അങ്ങനെ പോകാമെന്ന് കരുതിയിട്ടാണ് അയക്കാതിരുന്നത്. പിന്നെ കുട്ടികളല്ലേ, അത്രയും ദൂരം പറഞ്ഞയക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ വാശിയും കുറുമ്പൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ മഗ്‌രിബിന് ശേഷം എൻ്റെ പെങ്ങളെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. വലിയ നാത്തൂൻ്റെ ഒരു നാത്തൂനേ ഉള്ളൂ. ആ നാത്തൂൻ്റെ വലിയ മോന് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവർ നാത്തൂനും മക്കളൊക്കെ തിരുപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. ചെറിയ മോനെ തിരുപ്പൂർ ഷർട്ട് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ അവർക്ക് ഷെയർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് മിഠായും ഡേറ്റ്സും പിന്നെ എനിക്കൊക്കെ ഒരു ഷർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ഇട്ടിരിക്കുന്ന ഒരു ഷർട്ട് അവർ ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് കഴുകിയിട്ടു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലേക്ക് വന്ന് പിന്നെ നാത്തൂൻ്റെ വലിയ മരുമകൾ കൽത്തപ്പം ചുട്ടിട്ട് അതും കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ് അതും കഴിച്ച് പിന്നെ ഡിന്നർ കഴിഞ്ഞ് പിന്നെ രാത്രി കിടന്ന് രാവിലെ കിച്ചണിൽ കയറിയിട്ട് പതിവ് പോലെ ചോറുണ്ടാക്കി. ഇന്ന് പുട്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ പോയിട്ട് ചിക്കൻ കൊണ്ടുവന്നിരുന്നു. ചിക്കൻ കറി വെച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും ചിക്കൻ കറിയായിരുന്നു. പിന്നെ ലഞ്ചിന് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പപ്പടവും അതായിരുന്നു. ഇന്ന് പിന്നെ ഷോപ്പിൽ പോയിട്ടില്ല. കുറച്ച് പണി ഉണ്ടായിരുന്നു. പറമ്പിലൊക്കെ കുറച്ച് പണികളുണ്ടായിരുന്നു. അതുകൊണ്ട് ലീവ് എടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉമ്മ വിളിച്ചിരുന്നു. ഉമ്മ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ കാറ് മേടിച്ച ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, എന്തോ ട്രാഫിക്കിൽ പെട്ടിട്ട് എൻ്റെ പേരിലൊരു ക്യാഷ് അടക്കാനുണ്ടായിരുന്നു. ചെറിയൊരു എമൗണ്ടാണ്, ഒരു 250 രൂപ. അപ്പോൾ അത് അടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനാക്കി, പിന്നെ വീട് ക്ലീനാക്കി. അത് കഴിഞ്ഞ് ഡ്രസ്സ് അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടു. അപ്പോൾ പുറത്ത് അലക്കിയിട്ടിരിക്കുന്ന
ഷോളാണ്. ഫസ്റ്റ് വൺ സലഫി മഫ്ത. ഞാൻ ഒരു 1.5 വർഷം ഒരു ഇസ്ലാമിക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ധരിച്ചിരുന്ന സലഫി മഫ്തയാണ്. പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചുരിദാർ മേടിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് തന്നിരുന്നു. ഞാൻ ക്യാഷ് വേണ്ടാന്ന് കുറേ പറഞ്ഞതാണ്. പക്ഷെ അവർ പറഞ്ഞ് ഇനിയിപ്പോൾ അവർ ഡ്രസ്സ് എനിക്ക് എടുത്ത് തന്നാൽ അത് എനിക്കിഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ക്യാഷ് തന്നതാണ്. അപ്പോൾ കുറേ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവർ പിന്നെ മാമിന് ഇഷ്ടമുള്ളത് മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് തന്നു. അപ്പോൾ ആ ഒരു ക്യാഷ് കൊണ്ട് ഞാൻ മേടിച്ചതാണ് ഈ ഒരു ഷോളും ഇതിലേക്കുള്ള ടോപ്പും പാൻറ്റും. ഈ ഷോളിൻ്റെ ബോർഡറിൽ വരുന്ന ഒരു ക്ലോത്ത് ഉണ്ട്, ഒരു കാപ്പി കളറിൽ. അതിൻ്റെ ടോപ്പ് അങ്ങനെ വരുന്നത്, മെറൂൺ കളറിലാണ് പാൻറ്റ് വരുന്നത്. പിന്നെ ഇതിൽ കാണുന്ന ഈ ഒരു ഷോള് കണ്ടോ, ഈ ഷോള് 2021 നെല്ലിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അത് ഇക്കൻ്റെ വക പെരുന്നാൾക്ക് എടുത്തതാണ്. പക്ഷെ അത് വല്ലാതെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇത് നാത്തൂൻ്റെ മോൻ കൊണ്ടുവന്ന ഷർട്ടാണ്, ചെറിയ മോൻ കൊണ്ടുവന്നതാണ്. പിന്നെ അതിൽ കാണുന്ന ഒരു ക്രീം ഷോള്, അതിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഏകദേശം 2013 ഒരു അംബ്രല്ല ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എടുത്ത ഷോളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കാരണം വേഗം പോയി കുളിക്കാൻ. അപ്പോൾ വേഗം കുളി കഴിഞ്ഞ് പിന്നെ നമസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ ടോപ്പ്, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ടോപ്പ് കുറച്ച് ലൂസാണ്. അപ്പോൾ അതൊന്ന് 2 ഭാഗവും ഒരു 2 ഇഞ്ച് സൈസിൽ പിന്നെ ടൈറ്റ് ചെയ്ത്, പക്ഷേ കുറച്ചും കൂടെ ലൂസായിട്ടുണ്ട്. അതിന് ഒന്നും കൂടെ തയ്ക്കാനുണ്ട്. പിന്നെ നിസ്കാരം കഴിഞ്ഞ് പെക്കാറിനിക്കൻ്റെ ടീഷർട്ടൊന്ന് ടൈറ്റാക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞാൻ അടിച്ചു കൊടുത്തു. പിന്നെ പ്രയറൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് കുറേ നേരം കിടന്നു. കുറച്ച് ഒരു 10 മിനിറ്റോളം ഉറങ്ങിപ്പോയി. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് 2-3 പ്രയർ പഠിച്ചു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനി റഹീം. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മാലികി യൗമിദ്ദീൻ, ആ ഒരു ആയത്താണ്. ഈ ഫാത്തിഹയുടെ ഈ ഒരു ഓരോ ആയത്തും 7 ആയത്തും ഇറങ്ങാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ളതാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 7 ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഓണർ മാസ്റ്റർ ഓഫ് ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തജ്വീദും സൈക്കോളജിക്കൽ വ്യൂ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നല്ലപോലെ വായിക്കാം. അതുകൊണ്ടാണ് വായിക്കുന്ന ഒരു സുഖം ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, കേൾക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ മേടിച്ച പുതിയ ഇയറിംഗ് ആണിത്. അപ്പോൾ ഇത് എൻ്റെ ഇയറിൽ പോകുന്നില്ല, ഇയറോള് അടഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെയൊക്കെ ജ്വല്ലറിയിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റഡാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. ബൈ, അസ്സലാമു അലൈക്കും.